ഹലോ! അങ്ങനെ സുഗമോ ദ്വീപിൽ ചന്ദ്രോത്ത് വീട്ടിൽ ആകപ്പാടെ അടിയും പുകയൊക്കെ തന്നെയാണല്ലേ. നമ്മുടെ സിദ്ധാർത്ഥൻ നന്ദന് നേരെ പറയുന്നുണ്ട്. നന്ദ നിന്റെ സ്വഭാവം ആകപ്പാടെ മാറിയിരിക്കുന്നു. നീ ഇങ്ങനെയൊന്നും അല്ലാർന്നോ. ഇത് നമ്മുടെ കുടുംബത്തിന്റെ നാശത്തിന് വേണ്ടിയുള്ള മാറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ ആളിക്കത്തുവാണ്. ഇതുവരെ ഈ കുടുംബത്തിന്റെ ചരിത്രത്തിൽ നടക്കാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ ആകപ്പാടെ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പൊ നന്ദൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല ട്ടോ. അപ്പുറത്താണെങ്കിലും നമ്മുടെ ശാരിക കടുത്ത തീരുമാനത്തിൽ നിൽക്കുകയാണ്. ചേച്ചി പ്രേമിച്ചല്ലേ കിട്ടിയത്, പിന്നെ എനിക്ക് മാത്രം പ്രേമിച്ചാൽ എന്താ, ഞാൻ മാത്രം പ്രേമിക്കും എല്ലാവർക്കും കുഴപ്പമായോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരികയും അവിടെ കിടന്ന് ഭയങ്കര യുദ്ധമാണ്. ഞാൻ അയാളെ മാത്രമേ കെട്ടൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര യുദ്ധം ചെയ്യുന്നുണ്ട്. അപ്പൊ ദേവിക ആദ്യം തന്നെ എന്താടി നീ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കർണത്തടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ദേവിക ആരാണ് അയാൾ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇനി ആരായിരിക്കും അയാള്, അല്ലെ നമ്മുടെ ശാരികയുടെ മനസ്സിൽ കയറിക്കൂടിയ ആള് പുതിയൊരു ആളാകുമോ, അല്ലെങ്കിൽ നമ്മുടെ ഋഷിയെങ്ങാനും ആയ പിന്നെ ഒടുക്കത്തെ ട്വിസ്റ്റ് ആകും അല്ലെ പ്രേക്ഷകരെ. ഒരു രക്ഷയുണ്ടാവില്ല. ഋഷിയോ കെവിനോ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെയാണ് നമ്മുടെ ശാരികയുടെ മനസ്സിലെങ്കിൽ പിന്നെ തീർന്നു കഥ. പിന്നെ അങ്ങ് ആകപ്പാടെ മാറിപ്പോവും. എന്തായാലും കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ദി മലയാളി സൈനിങ് ഓഫ്.